നാടക മത്സരം തുടരുന്നു. ചെസ് നമ്പർ 108. വിനയപുരസരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കാർമൽ. ലക്ഷ്മി, മോളെ നിന്നെ ഞാൻ എവിടൊക്കെ നോക്കിന്നറിയോ? വാ പോവാം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ലക്ഷ്മി, ഇന്ദു, നീ പോയിക്കോ. ലക്ഷ്മിയെ ഞാൻ കൊണ്ടുവിട്ടോളാം. Second prize goes to Vipin Savior, second year PhD. അതെങ്ങനെയാ അപ്പനെ കണ്ടല്ലോ പഠിക്കുന്നേ? മമ്മി എന്നതാ ഉദ്ദേശിച്ചേ? എന്റെ പൊന്നോ, വേറൊന്നും അല്ലേ. നിന്റെ അപ്പന്റെ ഒടുക്കത്തെ മടിയാണോ ഉദ്ദേശിച്ചേ? അടി കൊടുക്കണം നിന്റെ അപ്പാപ്പനിട്ടാടാ. ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ച എങ്ങനെ ഇരിക്കും? ഒരു പ്ലാന്റർ ആകെ മേലെങ്കിൽ പ്ലാൻ ചെയ്ത മുതലാണെങ്കിൽ ടിവിയും കൊണ്ടു. ഫാഷൻ ചാനൽ നല്ലല്ലോ കാണുന്ന ന്യൂസ് ചാനലല്ലേ? വല്ല ഹർത്താലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പണ്ടാരം വലിച്ച് കേറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ? തിന്നോ കുടിക്കോ ഉറങ്ങോ, എവിടെയെങ്കിലും ഒരു തിന്ന ഓട്ടുകൾക്ക് പണയം വെച്ച പോലെ അവിടെ ഇരുന്നു. 1 മണിക്കൂർ ഈ കുന്ത്രാടത്തെ കയറി നടന്ന ഇത്രയും മരുന്ന് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നടക്കണ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ മരുന്ന് വിഴുങ്ങാൻ. മണി 9 മനുഷ്യ, എണീക്കുന്നുണ്ടോ നിങ്ങള്? 9 നേരെ ഒന്ന് വെളുത്തോട്ടെ. ഞാൻ വല്ലതും പറയും കേട്ടോ. ഓ, ആരോ വിളിച്ച് മരിക്കുന്നുണ്ട്. വെളുപ്പം കാലം മുതൽ തുടങ്ങിയതാ. ഇല്ലാന്ന് പറ. ഹലോ പപ്പു, ദേടാ എല്ലാത്തിനെയും പെറുക്കെടുത്ത് ഞാൻ എത്തിയിരിക്കും. എന്നാ ആരെങ്കിലും ചത്തോ? ഉവ്വ്, നിന്റെ കേരള കോൺഗ്രസ്സുകാരൻ തന്ത. നന്നായുള്ളൂ, രാവിലെ എന്റെ തന്തയ്ക്ക് വിളിച്ചല്ലേ. കണ്ണുക്ക് മൈയഴക്, കയ്യക്ക് വളയഴക്, കാതുക്ക് സ്റ്റഡഴക്, ഈ ആനിക്ക് വിരലഴക്. ആനയുടെ ഡ്രൈ സ്കിന്നാ. ഞാൻ നല്ലൊരു ക്രീം തരും. വിരലെ പുരട്ടാനോ? മനസ്സ് വെച്ച എവിടെ വേണേം പൊരട്ടാ. ചേട്ടോ, ഭാര്യ നോക്കുന്നുണ്ട്. കച്ചവടമല്ല മോളെ. ഞാൻ മോക്കൊരു സമ്മാനം തരും. ഇതെന്താ പൊട്ട് ഫ്രീയാ? ഇത് ക്യാഷ് കാണിച്ച 10 ഡിസ്കൗണ്ട് തരും കേട്ടോ. ചെല്ലു പ്ലീസ്. സോജാ രാജകുമാരി സോജാ. ഒയ്യോ കുഞ്ഞുങ്ങളെ, പുതിയ ബ്രാൻഡാ. ഒന്നടിച്ചാ മതി, ഒരാഴ്ചത്തേക്ക് കുളിക്കണ്ട. ഹോസ്റ്റലിലെ വെള്ളവും തീരില്ല. അങ്ങനെ അടിക്കല്ലേ, തീർന്നു പോവില്ലേ? ആ, എന്താണ് അടിക്കളെ? ആണാ? അയ്യോ, ഞാൻ ഇറങ്ങി. ചെന്ന് ഡീൽ ചെയ്യടി. കണ്ണു തെറ്റേ കടവരടിച്ച പറ്റുന്ന പിള്ളേരാ. നിനക്കാകുമ്പോ തപ്പി നോക്കാം. ഞാൻ തപ്പിയല്ലേ കുഴപ്പമുള്ളൂ. ഇന്ന് ഇത്തിരി വൈകുവേ.